ഇന്നും ഡിഫറെൻറ്റ് ഫാബ്രിക്കിലുള്ള നമുക്ക് ഒരു ഡിസൈനർ കോൺസെപ്റ്റിൽ വരുന്ന സാരീസാണ് വരുന്നത്. ഫസ്റ്റ് സാരീസ് വരുന്നത് പ്യുവർ ഷിഫോൺ ഉണ്ട്. പ്യുവർ ഷിഫോണിൽ ഫുൾ ബോഡി എംബ്രോയിഡറി വർക്കിൽ വരുന്ന സാരീസും വരുന്നുണ്ട്. സെമി ലിനൻ വരുന്നുണ്ട്. സിൽക്ക് കോട്ടൺ സാരീസും വരുന്നുണ്ട്. എല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. clouddesigns.com എന്ന വെബ്സൈറ്റിലെല്ലാം അവൈലബിൾ ആയിരിക്കും. 9947135468 ആണ് വാട്സാപ്പ് നമ്പർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ കണ്ടാലോ? ഇന്നത്തെ വീഡിയോയിൽ ആദ്യം വരുന്നത് പ്യുവർ ഷിഫോൺ ആണ് ഫാബ്രിക്. പ്യുവർ ഷിഫോണിൽ ഫുൾ ബോഡി ഓഫ് വൈറ്റിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ലൊരു ഫ്ലോറൽ ജാൽ ഡിസൈനിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിലും ഒരു ആൻറ്റീക് സിൽവറാണ്. ആൻറ്റീക് സിൽവറിലുള്ള ഒരു ജെറി മോട്ടിവ്സും വരുന്നുണ്ട്, ത്രെഡ് വർക്കും വരുന്നുണ്ട് ത്രൂ ഔട്ട് ദ സാരി. കൂടാതെ ക്രോഷ്യോ ലേസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ബോർഡറായിട്ട് വരുന്നത്. നല്ലൊരു കളറായിട്ട് ഒരു പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. പേസ്റ്റൽ പിങ്കിൽ ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത്. ഫുൾ ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ബോർഡർ ഇങ്ങനെ വരും, ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആണ്. അപ്പുറം ലോവറും വരുന്നത് ക്രോഷ്യോ ലേസിലായിരിക്കും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ആസ് യൂഷ്വൽ ഹാഫ് പോർഷനായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്, മുകൾ ഭാഗം പ്ലെയിൻ ആയിരിക്കും വരുന്നത്. മുന്താണിയും നല്ല റിച്ച് ആയിട്ട് തന്നെ ഫുൾ എംബ്രോയിഡറി വർക്കിൽ തന്നെയാണ് സാരിയുടെ പല്ല് വരുന്നത്. പ്യുവർ ഷിഫോൺ ആണ് ഫാബ്രിക് കേട്ടോ. ഫോക്സ് ഷിഫോൺ ആണ് ഫാബ്രിക് വരുന്നത്. വളരെ ഫ്ലോയി ആയിട്ട് ഒഴുകി കിടക്കുന്ന മെറ്റീരിയലാണ്. ഫുൾ ബോഡി വർക്ക് വരുന്നുണ്ട്, അതിന് അങ്ങനെ ട്രാൻസ്പെറൻസി ഇല്ല. പിന്നെ നമുക്ക് സെയിം ടോണിൽ തന്നെ പേസ്റ്റൽ ഷെയ്ഡിൽ സെയിം ടോണിലുള്ള ബ്ലൗസ് കുറച്ചൊരു ലെങ്തി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെങ്കിലും നമുക്ക് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. അതല്ല, കുറച്ച് നമുക്ക് നോർമൽ ബ്ലൗസും സ്റ്റിച്ച് ചെയ്യാം, കുറച്ച് ലെങ്തി ആയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. സിംഗിൾ ലെയറിൽ വെയർ ചെയ്യുന്നവർക്ക് അങ്ങനെ വെയർ ചെയ്യാം. അതല്ല, നമുക്ക് ഡബിൾ പ്ലീറ്റ് എടുത്തും വെയർ ചെയ്യാം. അങ്ങനെ എനിക്ക് ട്രാൻസ്പെറൻസി ഫീൽ ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ വെയർ ചെയ്യാം, നമുക്ക് ഒതുങ്ങി നിൽക്കും. ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. സെയിം ഷെയ്ഡിൽ തന്നെ ത്രെഡ് വർക്കിലാണ് ബ്ലൗസ് വരുന്നത്. പക്ഷേ അതൊരു സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ബ്ലൗസ് വരുന്നത്. ഇതിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഒരു ജോമെട്രിക്കൽ ത്രെഡ് വീവ് വന്നിട്ട് അതിൽ സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. എഡ്ജിൽ ക്രോഷ്യോ ലേസും വരുന്നുണ്ട് ബ്ലൗസിന്. അടുത്ത ഷിഫോൺ സാരിയുടെ കളർ വരുന്നത് പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ ഷെയ്ഡ്. വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ. ഓഫ് വൈറ്റിൽ തന്നെയാണ് ഫ്ലോറൽ ജാൽ എംബ്രോയിഡറി വർക്കാണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്ന സാരിക്ക്. പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ ഹാഫ് പോർഷൻ ആയിരിക്കും വർക്ക് വരിക, ഹാഫ് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും. ഇത് പ്ലീറ്റ്സിൻ്റെ ഏരിയ ആണ്. മുന്താണി കംപ്ലീറ്റ് വർക്കാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് വർക്ക് വരുന്നത് ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആയിരിക്കും സാരിക്ക്. റണ്ണിങ് മുന്താണിയാണ്. സെയിം ടോണിൽ തന്നെയുള്ള റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് വരുന്നത്. അതിലും ഒരു ജോമെട്രിക്കൽ ഡിസൈൻസും വരുന്നുണ്ട്, ക്രോഷ്യോ ലേസും വരുന്നുണ്ട്. സെമി സിൽക്ക് ആയിരിക്കും ബ്ലൗസിൻ്റെ ഫാബ്രിക്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് സെൽഫ് കളർ ബ്ലൗസ് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. ഡസ്റ്റി ബ്രൗൺ ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഫോക്സ് ഷിഫോൺ സാരി വരുന്നത്. പാറ്റേൺ സെയിം തന്നെ കേട്ടോ. ഫുൾ ബോഡി വരുന്നത് ഓഫ് വൈറ്റിലുള്ള ഫ്ലോറൽ ജാൽ എംബ്രോയിഡറി വർക്കാണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്ന സാരിക്ക്. ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആയിരിക്കും സാരി. രണ്ട് സൈഡിലും ക്രോഷ്യോ ലേസ് വരും. എൻ്റെ ഒരു സാരി വരുന്നതും എംബ്രോയിഡറി വർക്കാണ്. ഇനി വരും സാരിയുടെ മുന്താണി ഈ ഒരു പാറ്റേൺ വരും. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിരിക്കും. സെയിം ടോണിൽ തന്നെ ഒരു ഓഫ് വൈറ്റിലുള്ള സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു ജോമെട്രിക്കൽ വി പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. അതിന് ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആയിരിക്കും. അടുത്ത സാരി ഒരു പീച്ചിഷ് പിങ്ക് ആണ്. പീച്ചും പിങ്കും ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. പാറ്റേൺ എല്ലാം സെയിം തന്നെ. ഓഫ് വൈറ്റ് തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നത്, കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഫുൾ സാരിയും സെയിം പാറ്റേൺ തന്നെ. വൈറ്റ് തന്നെ ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി. മുന്താണി വരുന്നത് റണ്ണിങ് പല്ലു, റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് ഷിഫോൺ സാരി വരുന്നത്. ഇതിലും ഓഫ് വൈറ്റ് തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതിലൊരു ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് വി പാറ്റേണിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിയിൽ. ഫ്ലോറൽ ജാൽ ഡിസൈൻസ് തന്നെയാണ്. ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പുറം ലോവറും വരുന്നത്. റണ്ണിങ് മുന്താണിയാണ് സാരിക്ക് വരുന്നത്. ഇതിന് ബ്ലൗസ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനിലാണ് ജോമെട്രിക്കൽ വി പാറ്റേണിലുള്ള ബ്ലൗസ് വരുന്നത്. പീച്ചാണ് നെക്സ്റ്റ് സാരി കേട്ടോ. എംബ്രോയിഡറി വർക്ക് എല്ലാം സെയിം തന്നെയാണ്. ഓഫ് വൈറ്റിൽ തന്നെയാണ് ഫ്ലോറൽ ജാൽ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി ഈ ഒരു പാറ്റേൺ വരും. വൈറ്റ് ക്രോഷ്യോ ലേസ് ആണ് ബോർഡറായിട്ട് വരുന്നത് സാരിക്ക്. മുന്താണി വരുന്നത് റണ്ണിങ് മുന്താണിയാണ്. സെമി സിൽക്കിൽ ഒരു ജോമെട്രിക്കൽ ഡിസൈനിലാണ് വി പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത ഷിഫോൺ സാരി വരുന്നത് ടീൽ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ടീൽ ഗ്രീനിലും ഓഫ് വൈറ്റ് ആണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതും ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിലും ഈ ഒരു പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ടൈപ്പ് സാരീസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. അത് സാരീസ് റീസ്റ്റോക്കിൽ വന്നതാണ്. ഇപ്പം ഫുൾ ബോഡി ഓഫ് വൈറ്റിൽ തന്നെയുള്ള ഒരു ബഞ്ച് ഓഫ് ലീഫാണ് വരുന്നത്. ലീഫ് പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആയിരിക്കും. റണ്ണിങ് മുന്താണിയാണ് സാരിക്ക്. എൻ്റെ ഒരു സാരി സെയിം എംബ്രോയിഡറി വർക്കിൽ വരുന്നുണ്ട്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ഡസ്റ്റി ബ്രൗൺ ആണ് അടുത്ത സാരി. ഓഫ് വൈറ്റ് തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത്. ഓഫ് വൈറ്റ് എംബ്രോയിഡറി വർക്കാണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്ന സാരി. ക്രോഷ്യോ ലേസ് ആണ് ഓഫ് വൈറ്റ് തന്നെ വരുന്നത്. മുന്താണി, ബ്ലൗസ്.
അടുത്ത കളർ വരുന്നത് പീച്ചിഷ് പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പീച്ചിഷ് പിങ്കിലും ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി. ഇതായിരിക്കും സാരിയുടെ പാറ്റേൺ ഇങ്ങനെ വരും. ഫോക്സ് ഷിഫോൺ ആണ് എല്ലാ സാരീസിൻ്റെ ഫാബ്രിക്. ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആയിരിക്കും. റണ്ണിങ് പല്ലു, ബ്ലൗസ്. ഒലിവ് ഗ്രീൻ ആണ് നെക്സ്റ്റ് സാരി. ഫോക്സ് ഷിഫോൺ ഫാബ്രിക്കിൽ ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് ത്രൂ ഔട്ട് ദ ബോഡി. ക്രോഷ്യോ ലേസ് അറ്റാച്ച്ഡ് ആണ് ത്രൂ ഔട്ട് ദ സാരി. മുന്താണിയും എല്ലാം എംബ്രോയിഡറി വർക്കിൽ തന്നെയാണ് വരുന്നത്. റണ്ണിങ് ബ്ലൗസാണ് സാരിക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും ബ്ലൗസ് വരുന്നത്. പീച്ചാണ് നെക്സ്റ്റ് സാരി കേട്ടോ. പീച്ചിലും ഓഫ് വൈറ്റ് തന്നെ കോമ്പിനേഷൻ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ത്രൂ ഔട്ട് ദ ബോഡി. ഈ ഒരു പാറ്റേൺ വരും. ക്രോഷ്യോ ലേസാണ് രണ്ട് സൈഡിലും വരുന്നത്. മുന്താണി പീച്ചിൽ തന്നെ വൈറ്റിൽ ജോമെട്രിക്കൽ വി പാറ്റേണിലുള്ള സെമി സിൽക്കിലാണ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് ഫാബ്രിക് മാറിയിട്ടുണ്ട്, ഡിസൈൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഫാബ്രിക് വരുന്നത് സെമി ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. നമുക്കൊരു വർക്ക് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സാരിയാണ്. കളർ വരുന്നത് നല്ലൊരു ബ്ലൂ, ഒരു ഡീപ്പ് ബ്ലൂ ആണ് വരുന്നത്. റോയൽ ബ്ലൂവും നേവി ബ്ലൂ കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. ത്രൂ ഔട്ട് ദ ബോഡി ഒരു വെർട്ടിക്കലായിട്ട് ഇക്കത്ത് പ്രിൻ്റ് ആണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. ഇക്കത്ത് പല്ലു ആയിരിക്കും സാരിക്ക് വരുന്നത്. കൂടാതെ രണ്ട് സൈഡിലും ബോർഡറും വരുന്നുണ്ട് സാരി. ഇതാ സാരിയുടെ പാറ്റേൺ ഇങ്ങനെ വരും. വെർട്ടിക്കലായിട്ട് കണ്ടോ ഇക്കത്ത് പ്രിൻറ്റ് വരുന്നുണ്ട്. മിഡിൽ ഏരിയ വരുന്നത് പ്ലെയിൻ ആയിരിക്കും ബ്ലൂവിൽ. ഫുൾ ബോഡി ആ ഒരു പാറ്റേണിലാണ് വരുന്നത്. ബോർഡർ ഇങ്ങനെ വരും. ഒരു ആൻറ്റി ഗോൾഡും കോപ്പറും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു കളറിലാണ്. നല്ലൊരു ഷെയ്ഡിൽ ഒരു സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. മുന്താണി വരുന്നതും ഇക്കത്തിൽ തന്നെയാണ്. ഈ ഒരു പാറ്റേണിലായിരിക്കും മുന്താണി വരുന്നത്. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആയിട്ടുള്ളത്. സെയിം ടോണിൽ തന്നെ ബ്ലൂവിൽ തന്നെ പ്ലെയിൻ ബോഡി വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് നല്ലൊരു ഡസ്റ്റി ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ്. പാറ്റേൺ എല്ലാം സെയിം തന്നെ കേട്ടോ. ഇക്കത്ത് വീവാണ് സാരിയുടെ. ഇക്കത്ത് പ്രിൻ്റ് ആണ് വരുന്നത്. വെർട്ടിക്കലായിട്ടുള്ള ഇക്കത്ത് പ്രിൻ്റ് ആണ്. ഇതും നമ്മൾ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ നല്ല ക്ലോസ് ആയിട്ടായിരിക്കും ഇക്കത്ത് പ്രിൻ്റ് വരുന്നത്. നമ്മൾ ബോഡി വരുമ്പം ഈ ഒരു ഗ്യാപ്പ് കാണും. ഇക്കത്ത് പ്രിൻ്റ് വരുമ്പം ഇങ്ങനെ വരിക. ഡബിൾ സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ആൻറ്റി ഗോൾഡൻ ബോർഡറാണ് അപ്പുറം ലോവറും വരുന്നത്. മുന്താണി വരുന്നതും ഇക്കത്ത് പ്രിൻറ്റിൽ തന്നെയാണ്. ഇങ്ങനെയായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡർ. സഫയർ ഗ്രീൻ ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. സഫയർ ഗ്രീനിലും ഇക്കത്ത് പ്രിൻ്റ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും. നമ്മളെ ചെസ്റ്റ് പോർഷൻ ഒരു 2.5 മീറ്റേഴ്സ് ഫുൾ ഇങ്ങനെയായിരിക്കും ഇക്കത്ത് പ്രിൻറ്റ് വരുന്നത്. ബോഡി വരുമ്പോൾ ഗ്യാപ്പ് ആയിട്ടായിരിക്കും വരുന്നത്. ഇക്കത്ത് പ്രിൻറ്റഡ് മുന്താണിയാണ്. ഇതാണ് സാരിയുടെ പല്ലു. ആൻറ്റി ഗോൾഡൻ ബോർഡേഴ്സാണ് രണ്ട് സൈഡിലും വരുന്ന സാരിക്ക്. റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും. പ്ലെയിൻ വിത്ത് ബോർഡറാണ് ബ്ലൗസ് വരുന്നത്. ടർമറിക് യെല്ലോ ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. ടർമറിക് യെല്ലോയിലും ഫുൾ ബോഡി വരുന്നത് ഇക്കത്ത് ഡിസൈൻ തന്നെയാണ്. ഇക്കത്ത് പാറ്റേൺ ആയിരിക്കും വെർട്ടിക്കലായിട്ട് വരുന്ന സാരിക്ക് കേട്ടോ. ഞാൻ എല്ലാ സാരീസും തിരിച്ചാണ് ഇടുന്നത് കേട്ടോ. മുന്താണി ഫ്രണ്ടിലേക്കാണ് കാണിക്കുന്നത്. ഇതാണ് സാരിയുടെ പല്ലു. ബോഡി ഈ ഒരു പാറ്റേൺ വരും. റണ്ണിങ് ബ്ലൗസാണ് വരുന്നത്. സെയിം ടോണിൽ ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. ആൻറ്റി ഗോൾഡൻ ഷെയ്ഡിലാണ് ബോർഡർ വരുന്നത് സാരി. ഇത് യെല്ലോ ആയതുകൊണ്ട് തന്നെ ബോർഡർ അങ്ങനെ ആൻറ്റി ഗോൾഡ് അത്ര പ്രോമിനൻ്റ് അല്ല, ഒരു മാറ്റ് ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. ഐസ് ബ്ലൂ ഷെയ്ഡിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. പാറ്റേൺ സെയിം തന്നെയാണ്. വെർട്ടിക്കലായിട്ട് തന്നെ ഇക്കത്ത് പ്രിൻ്റ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി വരിക. മുന്താണി റണ്ണിങ് മുന്താണി സെയിം ടോണിൽ തന്നെയായിരിക്കും ബ്ലൗസ് വരുന്നത്. വിത്ത് ബോർഡർ ആയിരിക്കും. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഡീപ്പ് നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് സാരി. ഡീപ്പ് നേവി ബ്ലൂവിലും പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. വെർട്ടിക്കൽ ഇക്കത്ത് പ്രിൻറ്റ് വന്നിട്ട് മുന്താണി വരുമ്പോൾ ഇതാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് വരുന്നത്. പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് എല്ലാ സാരീസിനും. ബോർഡർ കാണും. രണ്ട് സൈഡിലും ആൻറ്റി ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട്. ആ ഒരു ബോർഡർ ബ്ലൗസിൻ്റെ സ്ലീവിലും കാണും. നെക്സ്റ്റ് സാരി വരുന്ന ഒരു ഡാർക്ക് മസ്റ്റേർഡ് ആൻഡ് ബ്രൗൺ ആ ഒരു കോമ്പിനേഷൻ. റസ്റ്റിക് ഷെയ്ഡ്. റസ്റ്റിക് ആൻഡ് മസ്റ്റേർഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. ബ്ലെൻഡഡ് ഷെയ്ഡാണ് വരുന്ന സാരിക്ക്. നല്ലൊരു കോമ്പിനേഷനാണ്. ത്രൂ ഔട്ട് ദ ബോഡി സെയിം പാറ്റേൺ തന്നെയാണ്. വെർട്ടിക്കൽ ഇക്കത്ത് പ്രിൻറ്റ് വരുന്നുണ്ട്. ഇക്കത്ത് പാറ്റേണിൽ തന്നെയാണ് സാരിക്ക് മുന്താണി വരുന്നത്. മുന്താണിയുടെ ഡിസൈൻ ഓരോ സാരിക്കും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഇക്കത്ത് പാറ്റേണിൽ തന്നെ ഡബിൾ സൈഡ് ബോർഡറാണ്. ആൻറ്റി കോട്ടൺ ബോർഡേഴ്സ് ആയിരിക്കും സാരിക്ക് വരുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡറാണ് ബ്ലൗസ് വരുന്നത്. മൈൽഡ് ഗ്രേ ആണ് നെക്സ്റ്റ് സാരി വരുന്നത്. ഒരു ബ്ലൂ ടിൻറ്റഡ് ഗ്രേ ആണ് സാരിയുടെ കളർ വരുന്നത്. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. വെർട്ടിക്കൽ ഇക്കത്ത് ഡിസൈൻസ് വരുന്നുണ്ട്. ഡബിൾ സൈഡിലും ആൻറ്റി കോട്ടൺ ബോർഡർ വരും. പല്ലു വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും മുന്താണി വരുന്നത്. സെയിം ടോണിൽ തന്നെ ഗ്രേയിൽ പ്ലെയിൻ വിത്ത് ബോർഡറാണ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി വരുന്നത് ഫാബ്രിക് മാറിയിട്ടുണ്ട് കേട്ടോ. സെമി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബ്ലാക്ക് ആണ്. ഓൾമോസ്റ്റ് എല്ലാ സാരീസും ബ്ലാക്കാണ് വരുന്നത്. പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന കളർ ബ്ലാക്ക് ആണ്. അതിൽ വൈറ്റ് ഗ്രേ അങ്ങനെ മാറി മാറി വരും കോമ്പിനേഷൻസ്. ഫസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ആണ് സാരിയുടെ കോമ്പിനേഷൻ. പാറ്റേൺ ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഒരു പേസ്ലി ഡിസൈൻസിലാണ് മോട്ടീവ്സ് വരുന്നത് ത്രൂ ഔട്ട് ദ ബോഡി. ഡബിൾ സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഒരു മാറ്റ് സിൽവറിലാണ് ബോർഡർ. ഇതിലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലുള്ള ലൈൻസും വരുന്നുണ്ട് ബോർഡറായിട്ട്. സിൽവറിൽ തന്നെ ഒരു യെല്ലോ ലൈൻസ് വരുന്നുണ്ട്. എന്താണ് ഈ ഒരു സ്റ്റൈലിലാണ് പല്ലു വരുന്നത്. ഇതിനും ഡബിൾ ടോണിൽ തന്നെയാണ് ടാസിൽസ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടാസിൽസ് വരുന്നുണ്ട്. ബ്ലൗസ് റണ്ണിങ്ങാണ് വരുന്നത്.
അടുത്ത സാരി വരുന്നതും സെമി ലിനൻ തന്നെയാണ് എല്ലാ സാരീസും വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഡിസൈൻ മാറി വരുന്നുണ്ട്. ഇത് ഈ ഒരു പാറ്റേണിലായിരിക്കും. ഒരു ഗ്രേ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ജോമെട്രിക്കൽ ഡിസൈൻസ് സ്ക്വയർ പാറ്റേൺസും വരുന്നുണ്ട്. അതിൽ പേസ്ലി മോട്ടീവ്സാണ് വരുന്നത് സാരിയിൽ. ഇങ്ങനെ വരും സാരി. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഇത് മാറ്റ് സിൽവറിലായിരിക്കും ഇതിൽ ബോർഡർ വരുന്നത് സാരിക്ക്. രണ്ട് ബോർഡറും വരുന്നത്. മുന്താണ് ഈ ഒരു പാറ്റേൺ. റണ്ണിങ് പല്ലു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടാസിൽസ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഒരു 6 ആഗ് പ്രിൻ്റാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് 6 ആഗ് ഡിസൈനാണ് ബ്ലൗസ് വരുന്നത്. അടുത്ത സാരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കോമ്പിനേഷൻ സെമി ലിനൻ ആണ് ഫാബ്രിക്. ഇതിൽ ഡിസൈൻ വരുന്നത് ഒരു ട്രയാങ്കിൾ മോട്ടീവ്സ് ആണ് സാരിയിൽ വരുന്നത്. ഈ ഒരു പാറ്റേൺ ആയിരിക്കും കേട്ടോ. ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. ഇതിൻ്റെ ഈ ഒരു പാറ്റേണാണ് ട്രയാങ്കിൾ ഡിസൈൻസ് വരുന്നത്. മാറ്റ് സിൽവറിൽ തന്നെയാണ് ബോർഡർ വരുന്നത്. അപ്പുറം ലോവറും വരുന്നത്. റണ്ണിങ് മുന്താണിയാണ്. 6 ആഗ് ഡിസൈനിൽ തന്നെ ബ്ലൗസ് വരുന്നത്. ഫ്ലോറൽ ഡിസൈനിലാണ് അടുത്ത സെമി ലിനൻ സാരി വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ കോമ്പിനേഷൻ കേട്ടോ. ഇതായിരിക്കും സാരിയുടെ ഡിസൈൻ. ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ഇതിൽ മാറ്റ് സിൽവറിലാണ് ബോർഡർ വരുന്നത്. ഈ സാരിയിലും ഒരു ഗോൾഡൻ ലൈൻസ് വരുന്നുണ്ട് സിൽവർ ബോർഡറിൽ. പാറ്റേൺ ഇങ്ങനെ വരും. ഇതാണ് മുന്താണി വരുന്നത്. ജോമെട്രിക്കൽ പാറ്റേണിൽ പല്ലു. ഫ്ലോറൽ ഡിസൈനിലായിരിക്കും ബോഡി വരുന്നത്. ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് മെറ്റീരിയലും വരുന്നത്. അടുത്ത സാരി ബ്ലാക്ക് ഗ്രേ ഓഫ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. പാറ്റേൺ ഇങ്ങനെ വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. ഇതിൽ മാറ്റ് സിൽവറിലാണ് ബോർഡർ വരുന്നത്. ഒരു ഗ്രേഷ് സിൽവർ അതാണ് ബോർഡറിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. 6 ആഗ് പാറ്റേണിലാണ് മുന്താണി വരുന്നത്. 6 ആഗ് അല്ല, ഇതൊരു ജോമെട്രിക്കൽ പാറ്റേൺ ടെമ്പിൾ വുവൺ പാറ്റേണും അതിൽ സ്ട്രൈപ്പ് ഡിസൈൻസും ആണ് മുന്താണി വരുന്നത്. ഇക്കത്ത് പ്രിന്റഡ് ബ്ലൗസാണ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് സാരി ഇനി വരുന്നത് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് ഐവറി തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത്. ഫ്ലോറൽ ഡിസൈൻ ആയിരിക്കും ത്രൂ ഔട്ട് ദ ബോഡി. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. ഒരു സിൽവറിൽ ഗോൾഡൻ ലൈൻസിലാണ് യെല്ലോ ലൈൻസിലായിരിക്കും ബോർഡർ വരുന്നത്. പല്ലു ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്.